സംഗീത് ശിവൻ സംവിധാനം ചെയ്ത മലയാള ക്ലാസിക് ചിത്രമാണ് യോധ. ആക്ഷൻ, ഫാന്റസി, കോമഡി, അഡ്വഞ്ചർ എന്നിവയെല്ലാം നിറഞ്ഞ ക്ലാസിക് എന്റർടൈനർ. ലാലേട്ടന്റെയും ജഗതിച്ചേട്ടന്റെയും കോംബോ. എക്കാലത്തെയും ഇഷ്ടമുള്ള സിനിമ. മലയാളത്തിൽ നിന്ന് ലോക നിലവാരത്തിലേക്ക് എടുത്തുവയ്ക്കപ്പെട്ട ചിത്രം. ഒരു പക്ഷേ നേപ്പാൾ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ സിനിമയാകും. നേപ്പാളിന്റെ ആത്മാവ് അങ്ങനെ തന്നെയുണ്ട്. സന്തോഷ് ശിവന്റെ ക്യാമറ ഷോട്ട്സ്, അതിന്റെ ഭംഗി ചോരാതെ മികവാർന്ന എഡിറ്റിംഗ്, പാട്ടുകൾ, ഡയലോഗ്സ് എല്ലാം തികഞ്ഞ ഡയറക്ഷൻ. എടുത്തു പറയേണ്ട ഒരു കാര്യം AR റഹ്മാന്റെ BGM പാട്ടുമാണ്. ഡോൾബി അറ്റ്മോസും DTSും ഇല്ലാതിരുന്ന കാലത്ത് AR റഹ്മാന്റെ മാജിക്കൽ BGM തിയേറ്ററുകളെ ഹരം കൊള്ളിച്ച സിനിമ. തൈപ്പറമ്പിൽ അശോകനും അരശിമുട്ടിൽ അപ്പുക്കുട്ടനും തമ്മിലുള്ള കാവിലെ പാട്ട് മത്സരം ഇന്ന് കേട്ടാലും ഒരു കൗതുകമാണല്ലേ. അക്കുസട്ടന്റെ പ്രിയപ്പെട്ട ഉണ്ണിക്കുട്ടൻ. സിനിമാ പ്രേമികൾ നെഞ്ചിലേറ്റിയ കുസൃതി. കാഴ്ച നഷ്ടപ്പെട്ട ശേഷമുള്ള ലാലേട്ടന്റെ വാൾ പയറ്റുന്ന ഒരു പ്രാക്ടീസ് സീനില്ലേ, കുട്ടിക്കാലത്ത് വളരെ ത്രില്ലടിച്ച് കണ്ട ഒരു സീനാണത്. ഒരു കറി എരിവും പുളിവും എല്ലാം കൂട്ടും ചേർന്നാലേ രുചിയേറൂന്ന് പറയും. അതുപോലെ പാട്ടിന് പാട്ട്, അഭിനയത്തിന് അഭിനയം, കോമഡിക്ക് കോമഡി, കഥയ്ക്ക് കഥ എല്ലാം ചേർന്ന് പാകമായ ഒരു എന്റർടൈനർ. വല്ലാത്തൊരു നൊസ്റ്റു ആണല്ലേ ഈ സിനിമ. ഈ ചിത്രം 4K റിലീസ് ചെയ്തിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. കുട്ടിക്കാലത്ത് ആദ്യമായി ഈ യോധ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടായ ഒരു ഫീൽ എന്തായിരുന്നു? പിന്നീട് അത് വീണ്ടും വീണ്ടും കണ്ടപ്പോൾ നിങ്ങൾ ആ പഴയ ഓർമ്മകളിലേക്ക് പോയിട്ടില്ലേ? അപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ കമൻറ്റിലൂടെ ഷെയർ ചെയ്യൂ. കൂടെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.